തിരികെ വാർത്തകളിലേക്ക്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം. യോഗത്തിൽ രജിസ്ട്രാറായി മിനി കാപ്പനെ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയാണ് പ്രതിഷേധം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ VC സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങൾ ശ്രീനന്ദ SP നൽകും. ശ്രീനന്ദ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗൗതം, 2 മാസങ്ങൾക്ക് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം കേരള യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിനി കാപ്പനാണ് ഈ ഒരു യോഗത്തിനുള്ള നോട്ടീസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം മറ്റ് അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് 11 മണിയോട് കൂടിയായിരുന്നു യോഗം തുടങ്ങിയിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആദ്യം യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ശേഷം അതൊരു സമവായത്തിലേക്ക് നീങ്ങി യോഗത്തിൽ പങ്കെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ശേഷം യോഗം തുടങ്ങിയതിന് ശേഷവും ഈ രജിസ്ട്രാറുടെ ഒരു VC കുറച്ച് മുൻപാണ് ഈ യോഗത്തിലേക്ക് എത്തിയത്. യോഗത്തിലേക്ക് എത്തിയ ശേഷം ഈ ഒരു പ്രശ്നങ്ങൾ ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നും ഈ ഒരു VCയും അതുപോലെ തന്നെ മിനി കാപ്പൻ എന്ത് അധികാരത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചതെന്നുമുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഡയസിൽ പ്രശ്നമുണ്ടാക്കും, സംസാരം വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ശേഷം മുൻ രജിസ്ട്രാറുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ പറയാനുള്ള മെയിൻ കാരണം, മുഴുവനായിട്ടുള്ള കാരണം, PM ഉഷ പദ്ധതിയിൽ വിനിയോഗിക്കേണ്ട ഫണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഗവേഷണ ഫെലോഷിപ്പുകളെ കുറിച്ചും ഒക്കെയുള്ള തീരുമാനങ്ങൾ, അക്കാഡമിക് പരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയാണ് 2 മാസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിലൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സസ്പെൻഷൻ ഒക്കെയുള്ള നടപടികൾ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന യോഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കുറച്ച് മുൻപായി മിനി കാപ്പൻ ആരാണെന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഈ ഒരു യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ശേഷം രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ട് VC സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് എന്താണ് അതിൻ്റെ മറുപടി എന്നുള്ളത് വരും മണിക്കൂറിൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ റിപ്പോർട്ട് അംഗീകരിക്കുമോ, ആ റിപ്പോർട്ടിൻ്റെ മേലുള്ള മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വരും മണിക്കൂറിൽ നമുക്ക് സിൻഡിക്കേറ്റ് യോഗം തീരുന്നതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികളെ യോഗത്തിൽ തർക്കം രൂപപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ശ്രീനന്ദ പങ്കുവച്ചത്.